മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ദിയ കൃഷ്ണ. 6 മാസമായ മകൻ ഓമിക്ക് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങിയതിന്റെ വ്ലോഗ് വീഡിയോ കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന വിമർശനം ഒരു ദിവസം തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ എല്ലാ ഭക്ഷണവും പരീക്ഷിച്ചു എന്നത് തന്നെയാണ്. വിവിധ ഫ്ലേവറുള്ള ഭക്ഷണം കുഞ്ഞിന് നൽകുന്ന വീഡിയോ ദിയ കൃഷ്ണ വ്ലോഗിൽ ഉൾപ്പെടുത്തി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയായിരുന്നു ദിയ. പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യാത്തതിനെ പ്രേക്ഷകർ കണ്ട വ്ലോഗും ഒരുമിച്ച് കുഞ്ഞിൽ നിന്ന് ഒരുപാട് ഫുഡുകൾ പരീക്ഷിച്ചിട്ടുള്ള എന്നാണ് ദിയ പറഞ്ഞത്. കഴിഞ്ഞ വ്ലോഗ് കണ്ട പലരും ഞങ്ങളെ ഒറ്റ ദിവസമാണ് എല്ലാ ഫുഡും ബേബിക്ക് കൊടുത്തു എന്ന് കരുതി തെറ്റിദ്ധരിച്ചത്. ഒരു ദിവസം ഒരു കൊച്ചിന് എത്ര ഫുഡാണ് ഇവർ കൊടുക്കുന്നത് എന്ന കമന്റ് ഒരുപാട് കണ്ടിരുന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു ദിവസം 15 ഡ്രസ്സും ഒന്നും മാറി മാറി ധരിക്കാറില്ല. ഒരു ദിവസം ഞാൻ മാക്സിമം 2 ഡ്രസ്സാണ് മാറ്റി കൊടുക്കാറുള്ളത്. ആ വ്ലോഗിൽ എല്ലാം കൂടി ഞങ്ങൾ കുഞ്ഞിന് 7-8 പ്രാവശ്യം ഫുഡ് കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. അത് പല ദിവസങ്ങളിലായി ഷൂട്ട് ചെയ്തത് തന്നെയാണ്. ഇതുവരെ മാക്സിമം 2 തവണയൊക്കെയാണ് കുഞ്ഞിന് സോളിഡ് ഫുഡ് ഒരു ദിവസം കൊടുത്തിട്ടുള്ളൂ. പീഡിയാട്രീഷ്യനെ കണ്ടപ്പോൾ 3-4 സ്പൂൺ വീതം 4 തവണയായി കൊടുക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ കണ്ട വ്ലോഗിൽ 4 ദിവസം കണ്ട ഷൂട്ടാണ് നിങ്ങൾ കണ്ടതും. നെഗറ്റിവിറ്റി കമന്റ് ചെയ്യാൻ വേണ്ടി കമന്റ് ചെയ്തതാണ് എന്നെനിക്കറിയാം എന്നാണ് ദിയയുടെ മറുപടി പറഞ്ഞത്. വിശദീകരണ വീഡിയോ വന്നതോട് വീണ്ടും ദിയയ്ക്ക് വിമർശനം ഒരുങ്ങുകയാണ്. തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കുന്നില്ല എന്നും നല്ലത് പറഞ്ഞു കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് പഴി ചാർത്തുന്നു എന്നാണ് ദിയയ്ക്കെതിരെ വന്ന പുതിയ കമന്റുകൾ. ഭാവിയിൽ സബ്സ്ക്രൈബേഴ്സിനെ ദിയയ്ക്ക് നഷ്ടപ്പെടാനും എന്നും കമന്റുകളുണ്ട്. കൊടുക്കുന്നതിലുള്ള വിമർശനം വന്നതുകൊണ്ടും അശ്വിന്റെ അമ്മ നിർമ്മിച്ച ഏത്തയ്ക്കപ്പൊടി പോലുള്ള കുഞ്ഞിന് ദിയ നൽകി തുടങ്ങി. അശ്വിന്റെ അമ്മ ഏത്തയ്ക്ക പൊടിച്ചത്, കൽക്കണ്ടം പൊടിച്ചത്, നെയ്യെല്ലാം ബേബിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നു. നേരത്തെ മുഴുവൻ അമ്മ ഫുഡ് വ്ലോഗറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത് ഏതാണ്ടെന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തലകുറുക്കി കേട്ടിട്ട് വിട്ടു. മാത്രമല്ല അന്ന് ഭൂമി പാല് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ എന്നോട് ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. അശ്വിന്റെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞല്ലോ, അത് തന്നു വിടാൻ പറ, നല്ലതാണ്, അത് കൊച്ചിന് കൊടുക്കൂ എന്നായിരുന്നു പറഞ്ഞത്. എന്നിരുന്നാലും ദിയയുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് എന്ന കാര്യം സത്യം തന്നെയാണ്. എന്നാൽ പ്രേക്ഷകർ അത് സത്യമായി മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. നിങ്ങൾക്ക് ദിയ കൃഷ്ണ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.